ഹലോ ഗായ്സ്, എല്ലാ അവതാരപ്പിറവികൾക്കും എൻ്റെ അപരാധം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് വ്ളോഗാണ്. നമ്മൾ ഗുജറാത്തിലെ ഓരോ കടകളിലും കയറി ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പോകും. ഇന്ന് എൻ്റെ ചീറ്റ് ഡേ ആണ്. സോ മിക്കതും കേക്കും സ്വീറ്റൊക്കെ ആയിരിക്കും. കാരണം ഗുജറാത്തിലെ ഏറ്റവും കൂടുതൽ ഫേമസ് ഇതൊക്കെയാണ്, സ്വീറ്റും ഇതൊക്കെയാണ്. എൻ്റെ ഒരു ഫുഡ് വ്ളോഗ് പോലത്തെ ഒരു വ്ളോഗായിരിക്കും ഇത്. ഏകദേശം അതൊക്കെ തന്നെ, നമ്മളിപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. സോ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നേക്കുന്ന കട ഇതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതാണ്, കുനാഫ ചോക്ലേറ്റ്. സാധനം എടുത്തിട്ടുണ്ട്, നോക്കട്ടെ എങ്ങനെയാണ്. പുതിയൊരു സാധനമുണ്ട്, പുതിയതല്ല, വാലന്റൈൻസ് ഡേ സ്പെഷ്യലാണ്. പെണ്ണുള്ളവർക്കൊക്കെ മേടിച്ചു കൊടുക്കാം, നമുക്കിങ്ങനെ വീഡിയോ എടുക്കാം. ഓക്കെ, പിന്നെ മറ്റേ സാധനം കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇതും ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും, ചോക്ലേറ്റ് മസ്കാബൺ. സൂപ്പറായിട്ടുണ്ട് ഗൈസ്. സാധനം കിടിലൻ സാധനം, ഒന്നും പറയാനില്ല, സൂപ്പർ. അപ്പോൾ അടുത്ത ട്രൈ ചെയ്യാൻ പോകുന്നത് ഡച്ച് കപ്പ് കേക്ക്. കാണുമ്പോൾ തന്നെ കിടിലായിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കാം ഗൈസ്. അവിടുത്തെ യുദ്ധം കഴിഞ്ഞ് പിന്നെ ഇറങ്ങാൻ നേരത്ത് ഒരു ബ്രൗണി മേടിച്ചിട്ടുണ്ട്. ഇത് നടക്കുമ്പോഴൊക്കെ കഴിക്കാം കേട്ടോ. ഇതിൻ്റെ എക്സ്പയർ ഡേറ്റ് 8 ഫെബ്രുവരി. ഇന്നുകൊണ്ട് തീർക്കണം. ഇന്നുകൊണ്ട ഇപ്പം തീരും, അത് വേറെ കാര്യം. ഇനി നമുക്ക് അടുത്ത വേറെ കടയിലോട്ട് പോവാം. ഓക്കെ, അത് നോക്കുക, ഇത് റോഡാണ് പണിഞ്ഞിട്ടേക്കുന്നത്. അയ്യോ, ന്യൂയോർക്കിനെ പോലും വെല്ലുന്ന റോഡുകളാണല്ലോ ഇവിടെ. ഗൈസ്, അടുത്തത് ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത് ഇവിടെ അല്ല, ഇവിടെ ആണ്. ഓക്കെ, അടുത്ത സംഭവം നൈസാണ് ഗൈസ്. വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളിന്ന് ഇതൊന്നും കഴിക്കാൻ പോകുന്നില്ല. നമ്മൾ കഴിക്കാൻ പോകുന്നത് കുറച്ചും കൂടെ വെറൈറ്റി ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സോ ഞാൻ ഇവിടുത്തെ മെനു നോക്കിയിട്ട് വേണം. ഇനി ഗുജറാത്തായതുകൊണ്ട് മെനു എന്താണെന്ന് അറിയത്തില്ല, ഫുൾ നോക്കാറുണ്ട്. ഓക്കെ ഗൈസ്, ഇത് കണ്ടോ, ഇത് നമ്മൾ ജീരകം എടുക്കണം, ഇതെടുക്കണം, പക്ഷെ എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഗ്ലാസ് ഉണ്ട്. സോ നമ്മൾ ഗ്ലാസ് തുറന്നിട്ട് സാധനം എടുക്കണം. വെറൈറ്റിയാണ്. സാധാരണ ഞാൻ ഇവിടെ കണ്ടേക്കുന്നത് ഇങ്ങനെ വെച്ച് ഈച്ചയും കൊതുവൊക്കെ പറ്റിയ സാധനമാണ്. ആദ്യമായിട്ടാണ് കുറച്ച് വൃത്തിക്ക് ഗ്ലാസ്സൊക്കെ വെച്ച് അടച്ചു വെച്ചേക്കുന്ന സാധനം കണ്ട്. ഈ ഇടയായിട്ട് ഞാൻ കുറച്ച് ലക്ഷറി ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം കേട്ടോ. അത് എൻ്റെ സംശയം മാത്രമാണെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ഫിഷ് ഫ്രൈ കിട്ടും. നമ്മൾ ഇതിൽ നിന്ന് ഫിഷിനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, അവർ അതിൽ നിന്ന് തന്നെ പിടിച്ച് ഫ്രൈ ചെയ്ത് നമുക്ക് ലൈവായിട്ട് നമ്മൾ കാണിക്കുന്ന മീനെ ഫ്രൈ ചെയ്ത് തരും. സംഭവം ഇച്ചിരി ലക്ഷറിയാണ്. ഗോൾഡ് ഫിഷ് ഉണ്ട്, പിന്നെ സക്കറുണ്ട്, ഷാർക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ചിലയിടത്ത് അടച്ചു വെച്ചേക്കും, ചിലയിടത്ത് തുറന്ന് കണ്ട് ഇത് തുറന്ന് വെച്ചേക്കോ. ആസ് യൂഷ്വൽ ഈച്ചയൊക്കെ വന്നിരിക്കുന്നുണ്ടോ, ഇതുണ്ടോ. ഇത്രയും വലിയ സ്ഥലത്ത് ഇത് തുറന്നു വെച്ചേക്കും. കടയുടെ പേരൊക്കെ കുറച്ച് വെറൈറ്റിയാണ്. ഞാൻ ഓർഡർ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വരെ നോർത്ത് ഇന്ത്യയിൽ ആരും കഴിച്ചിട്ടില്ലാത്ത സാധനമാണ് ഇത്. ഇതെങ്ങും കിട്ടത്തില്ല, ഇത് വളരെ സ്പെഷ്യലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനിപൂരിക്കകത്ത് പ്രോൺസ് ഫ്രൈ ആണ്. ഇത് പ്രോൺസ് ആണ്, പ്രോൺസ്, നോൺ വെജിൻ്റെ പാനിപൂരി. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതല്ല മിറിണ്ട, ഇത് അത് തന്നെ, മിൻറ്റ് ജ്യൂസ്. യെസ്, യു ഗൈസ് ഗോട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എടുക്കണം, ഇത് കുറച്ച് ഒഴിക്കണം, കുറച്ചുകൂടെ മതിയല്ലോ. ഇത് കുറച്ച് ഒഴിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച്
ഒന്നും പറയാനില്ല. ഇനി മേലെ ഞാൻ ഈ സാധനം കഴിക്കത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം പാനിപ്പൂരി കഴിക്കുന്നത്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു ബംഗാളി പുണ്ടനെ കുമ്പിച്ചു. ഞാനൊരു പാനിപ്പൂരി ചോദിച്ചപ്പോഴത്തേക്കും ഇവൻ എന്തൊക്കെയോ കലക്കി ഒരു വെള്ളത്തിൻ്റെ അകത്ത് ഒരു സാധനം ഇട്ട് കൈയൊക്കെ ഇട്ട് ഇങ്ങനെ മുക്കി ഇങ്ങനെ എടുത്ത് തന്നു. അന്ന് പെണ്ണുങ്ങളൊക്കെ കഴിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ ഒരു കൗതുകത്തിന് പോയതാണ്. സാധനം ഞാൻ എടുത്ത് വായിലോട്ടിട്ട് 2 ചവ, ആ ചവച്ച സ്പീഡും ഇട്ട സ്പീഡിലും ഞാനത് തിരിച്ചു തളഞ്ഞു. അന്ന് ഞാൻ പാനിപ്പൂരി വെറുത്തു. അതായത് ഒരു 3-4 വർഷത്തിന് മുന്നേ. അത് കഴിഞ്ഞിട്ട് 3-4 വർഷമല്ല, 5 വർഷമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പാനിപ്പൂരി കഴിക്കുന്നത് ഇപ്പോഴാണ്. സെയിം ഫീലിങ്, സെയിം ടേസ്റ്റ് അല്ലാതെ തന്നെ എനിക്കും പാനിപ്പൂരിക്കും ആകലെ. ചിലവർക്കാകും, എന്നെ കാകലെ. ഗൈസ്, ഞാൻ ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പറയും കാശുകാരൻ്റെ പത്രാസാണ്. അങ്ങനെ പറയും, കാരണം ആണല്ലോ. ഇതൊക്കെ കണ്ടില്ലേ, ഏതാ സെറ്റപ്പ്. നമ്മളിങ്ങനെ പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ തിന്ന് തീർക്കണം. ചിലപ്പോൾ കോഫി തടിയും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ തട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല. സാധനം വന്നിട്ടുണ്ട്, കോഫി. കോഫി ഒരു വെറൈറ്റി ആണ് കേട്ടോ. പാലും പഞ്ചസാരയും ഇതെല്ലാം ഇവിടെ കൊണ്ടുവെക്കും. നമ്മൾ ചൂടുവെള്ളത്തിൽ പാലും പഞ്ചസാരയും കോഫി പൗഡർ ഇട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കി കുടിക്കണം. ലക്ഷറിയാണ്. അടുത്തതായിട്ട് നമുക്ക് കോഫിയിലോട്ട് പോവാം. ഇവിടുത്തെ കട പോലെ തന്നെ കോഫി കപ്പൊക്കെ നല്ല ക്ലീനായിട്ട് അവർ അത് വൃത്തിയായിട്ട് കഴുകി നല്ല ഇതാണ് കടയുടെ. നമുക്ക് റേറ്റിംഗ് കൊടുക്കാനാണെങ്കിൽ 5-1 0.5 കൊടുക്കാൻ പറ്റുന്ന റേറ്റിങ്ങിലാണ് നമുക്ക് സാധനം ഫുഡ് അവർ സെർവ് ചെയ്തേക്കുന്നത്. ദൈവമേ, ഇവിടെ എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. ഓക്കെ, ഇനി കോഫി ഒന്ന് കുടിച്ചു നോക്കട്ടെ. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ, ഇപ്പോൾ 110 രൂപയുടെ കോഫി ഇപ്പം പോയേനെ. ഷുഗർ എന്ന് പറയുമ്പോൾ ഷുഗറാണ്. പിന്നെ ഇതെന്താ, ഇത് ഷുഗർ ഫ്രീ അടക്കും വത്ത. ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത്. സാധാരണ ഞാൻ ഇങ്ങനത്തെ ചെറിയ കടയിൽ നിന്നൊന്നും ഫുഡ് കഴിക്കാറില്ല. പിന്നെ സാലറി വന്നിട്ട് ഞാൻ ഈ മാസം ഫുഡ് കഴിക്കാൻ പോയില്ല, അതുകൊണ്ട് ഇവിടെ വന്നേ. അപ്പോൾ ഇതൊരു വെറൈറ്റി സാധനമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. ഷുഗർ ഫ്രീ. അപ്പോൾ നമുക്ക് ഷുഗർ ഫ്രീ ഒന്ന് ഫസ്റ്റ് കോഫി കുടിക്കട്ടെ, എന്നിട്ട് എല്ലാം ട്രൈ ചെയ്യാം. കോഫിയെ പറ്റി പറയുകയാണെങ്കിൽ മിൽക്ക് വളരെ കുറവാണ്. പിന്നെ കോഫി പൗഡർ ഭയങ്കര മൈൽഡായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. എനിക്കാണെങ്കിൽ സ്ട്രോങ് കോഫിയാണ് ഇഷ്ടം. ഞാനെപ്പോഴും കോഫി ഭയങ്കരമായിട്ട് കുടിക്കും. ഞാനൊരു കഫേൻ അഡിക്റ്റാണ്. സോ ഇതിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന കോഫിയുടെ ആ ഒരു ഫീൽ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ, വലുതായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഈ സാധനം ആഡ് ചെയ്യാം. ഫസ്റ്റിൻ്റെ ടേസ്റ്റ് നോക്കാം. നല്ല ഷുഗർ ഉണ്ട്, പക്ഷെ ഒരു ചെറിയ കയ്പുണ്ട്. ഏതൊക്കെയോ കുറെ കൊച്ചു ചെറുക്കന്മാർ എന്നെ വന്ന് നോക്കുന്നുണ്ട്. ഓക്കെ, ഈ സംഭവം കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഇളക്കിക്കോ. സാധാരണ ഞാനൊരു മറ്റേ ഐസ്ക്രീം തിന്നുമ്പം തരുന്ന ഒരു കമ്പുണ്ടല്ലോ, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ സ്പൂണാണ് കിട്ടിയത്. കുഴപ്പമില്ല, അത്രയ്ക്ക് സ്റ്റാൻഡേർഡ് അല്ലാന്ന് തോന്നുന്നു.
കൊള്ളാം കൊള്ളാം. ഗൈസ്, കോഫി 100 രൂപ ആയത് എന്താണെന്നറിയോ? നമുക്ക് കോഫി കപ്പിലും ഉണ്ട്, പിന്നെ ഇതിലും ഉണ്ട്. കണ്ടോ, ഇതില് ഇനിയും ഇത്രയും കോഫി ബാക്കിയുണ്ട്. ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് ഒഴിക്കുന്നു, സാധനം എന്ത് എടുക്കുന്നു, മിക്സ് അടിക്കുന്നു, കലക്കുന്നു, കുടിക്കുന്നു. ചുമ്മാതാണോ ഒരു കോഫിക്ക് 100 രൂപ? പിന്നെ ഞാൻ മറ്റേ സംഭവമാണ് ഉദ്ദേശിച്ചത്. പാലും പഞ്ചസാര ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ തന്നെ ചൂടുവെള്ളത്തിൽ പാല് ഒഴിച്ച് പഞ്ചസാര ഇട്ട് കലക്കി കോഫി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾക്ക് കൊണ്ടുവന്ന സാധനം കണ്ടില്ലേ, ഇതാണ്ട് ഈ മൊന്ത ഞാനൊന്ന് തുറന്നു നോക്കി. സംഭവം നല്ല ക്ലീൻ ആയിട്ടാണ് ഇവർ സൂക്ഷിച്ചേക്കുന്നത്. നല്ല ക്ലീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലാണ് നമുക്ക് കോഫി വന്നത്. സംഭവം കൊള്ളാം, 100 രൂപയ്ക്ക് വർത്തായിട്ടുള്ള കോഫിയാണ്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഇതിനും വൃത്തിയായിട്ട് തരും കേട്ടോ. ഇവിടെ ചെറിയ കടയായതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ഇങ്ങനെയാണ് തന്നത്. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ. പറയാനൊക്കെ പറ്റും, പക്ഷെ എനിക്ക് ഹിന്ദി അത്രയ്ക്ക് അങ്ങോട്ട് വശമില്ല കേട്ടോ. ഇതൊക്കെ കുറേ പറയണം. ഞാനിവിടെ വന്നിട്ട് കുറേ നാളായെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് ഫ്ലുവൻ്റ് ആയിട്ട് വരുന്നില്ല സാധനം. സംഭവം ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെയും 2-3, അതായത് മറ്റേ നമ്മുടെ ഈ വാഫിൾസും കുനാഫ അങ്ങനെയൊക്കെ കിട്ടുന്ന കുറേ ഷോപ്പുണ്ട്, കുൽഫി, പിന്നെ അങ്ങനത്തെ കുറേ ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. ഞാനെല്ലാം മാപ്പ് നോക്കി കുറേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സമയപരിമിതി കാരണം എനിക്കത് എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നില്ല. ഗൈസ്, അടുത്ത നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത് ഇവിടാണ്. സംഭവം പോരാ, സെറ്റപ്പൊന്നും പോരാ, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. വലിയ സംഭവങ്ങളൊന്നും ഇല്ല. എൻ്റെ ഒരു ഇതിനുള്ളതൊന്നും ഇല്ല. നമുക്ക് ഇനി ഇവിടുത്തെ മെനുവും റേറ്റും ഒന്ന് നോക്കണം. ഗൈസ്, ഇതാണ് മെനു. ഇത് എൻ്റെ കമ്പനിയുടെ തന്നെ അകത്തുള്ള ഞങ്ങളുടെ കമ്പനിയുടെ റെസ്റ്റോറൻ്റാണ്. അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ മെനു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഐറ്റംസ് വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, ഓക്കെ. റേറ്റ് വരുന്നത് കുറവാണ് ഗൈസ്. സെറ്റപ്പും കമ്പനിയുടെ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഭയങ്കര റേറ്റ് ആയിരിക്കുമെന്ന്. പക്ഷേ ഞാൻ വിചാരിച്ച പോലൊന്നുമില്ല ഗൈസ്, അഫോർഡബിൾ ആണ്. നമുക്ക് പുലാവ്, സലാഡ്, റൊട്ടി, ചൈനീസ്, വെജിറ്റേറിയൻ സ്റ്റാർട്ടേഴ്സ്, നോൺ വെജ് സ്റ്റാർട്ടേഴ്സ്, നോൺ വെജ് കുറവാണ് സംഭവം. ഇന്നേക്കൊരു പൊടി ചൈനീസ്, നോൺ വെജ്, ഓൾഡ് ബെവറേജ് ആൻഡ് ഡിസേർട്സ്. ഓക്കെ ഗൈസ്, ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തത് ഒരു സൂപ്പായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രീം ഓഫ് വെജ് സൂപ്പ്. വില നോക്കിയില്ല, വില ഇനി അവസാനം ബില്ല് തരുമ്പോൾ നോക്കാം. സംഭവം കൊള്ളാം, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ടേസ്റ്റ് അല്ല ഇതിന് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മോരും വെള്ളത്തിൻ്റെ അകത്തൊക്കെ ഇടുന്ന സാധനം പോലത്തെ സാധനം, അങ്ങനത്തെ എന്തോ ക്യാപ്സിക്കോ അല്ല, എന്തൊക്കെയോ വലിയ കാര്യങ്ങളാണ് സർ ഗൈസ്. നമ്മളിത് ഇനി തൊട്ട് മേടിക്കാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. പൈസ നഷ്ടമാണ്. സോ ഇനി തൊട്ട് സൂപ്പ് മേടിക്കുമ്പോൾ നോൺ വെജ് ആയിട്ടുള്ളത് എന്തെങ്കിലും നോക്കാം. അതാകുമ്പോൾ കഷ്ണമെങ്കിലും കിട്ടും. സോ നമ്മളും ഹാപ്പി. അറിയില്ല മെയിൻ ഇഷ്ടപ്പെട്ട സാധനം. ഞാൻ മട്ടൺ ദം ബിരിയാണിയാണ് പറഞ്ഞത്. ഐ തിങ്ക് ദിസ് ഈസ് മട്ടൺ. ഇതിന് സീല് പൊട്ടിക്കണം. സീല് ഞാൻ വിചാരിച്ച് ഇതിൽ മട്ടണ്, ഇത് റൈസ് ആണെന്ന്. അങ്ങനെയല്ല ഗൈസ്, ഇതിൽ കൊള്ളാത്ത റൈസിൻ്റെ ബാക്കിയാണിത്. നമ്മുടെ അടുത്ത ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനീറാണ്. പനീർ 65 സാധനം ഇതിൻ്റെ മുകളിൽ സീൻസാണ്.
ഞാൻ ആദ്യമായിട്ടാണ് ഗുജറാത്തിൽ നിന്ന് ഇത്രയും ടേസ്റ്റുള്ളൊരു പനീർ കഴിക്കുന്നത്. വിശേഷമാണ്, പ്യൂർ വർത്ത്. കൊടുക്കുന്ന പൈസയ്ക്കും വർത്താണ് കഴിച്ച് ഇവിടുത്തെ. കണ്ട കാണാൻ തന്നെ എന്തൊരു ബർക്കത്താണ്. അപ്പോൾ അടുത്ത നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൻ ബിരിയാണി അൺബോക്സ് ചെയ്യുന്നതാണ്. ഇത് അൺബോക്സ് ചെയ്യാൻ അൺബോക്സ് ചെയ്തു. ഇനി ഇത് കഴിക്കാൻ പറ്റുമോ അതോ കളയണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ സാധനം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇത് വെന്തിട്ടില്ല, ഇത് കഴിക്കണ്ട എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാനിന്ന് ഭയങ്കര ലക്കിയാണ്. 300 രൂപ കൊടുത്ത് ഞാൻ ഒരു മട്ടൻ ബിരിയാണി മേടിച്ച്. ഇതിലെനിക്ക് കിട്ടിയത് ഈ ഒരു പീസാണ്. ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. എന്താ കടയൊക്കെ കൊള്ളാം. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള പരിപാടി. സാധനങ്ങളെല്ലാം കഴിച്ചു. എൻ്റെ എക്സ്പെക്റ്റേഷൻ ലെവലിലുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഫുഡ് ബ്ലോഗിങ് ഇങ്ങനെയല്ല ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഇതെൻ്റെ ഫസ്റ്റ് ഫുഡ് ബ്ലോഗാണ്. അതിൻ്റേതായ തെറ്റും ഇതൊക്കെ കാണും. ഓക്കെ, പിന്നെന്താ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. പിന്നെ കിണിങ്ങണി മട്ടൺ ടിങ് ടിങ്. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.